6 months കൂടുമ്പോൾ കൃത്യമായിട്ട് ഒരു ഡെൻ്റൽ ചെക്കപ്പ് ചെയ്യുന്ന ശീലം നമ്മൾ കുട്ടികളിൽ തന്നെ ശീലിപ്പിച്ച് കൊടുക്കണം. ഈ പാൽപ്പല്ലിൽ കേട് വന്നാലും നമ്മൾ അത് അടച്ചു വിടേണ്ട കാര്യമുണ്ട്. അപ്പോൾ വലിയ കേട് കഴിഞ്ഞാൽ നമ്മൾ പൾപ്പോട്ടമി, പൾപ്പെക്ടമി അങ്ങനത്തെ കുറേ ട്രീറ്റ്മെൻറ്റിൽ ആ പൾപ്പിനെ എടുത്ത് മാറ്റി ഒരു റൂട്ട് കനാൽ പോലത്തെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യേണ്ടി വരും. ഏത് സമയത്താണ് നമ്മളൊരു ഡെന്റിസ്റ്റിനെ കാണേണ്ടത്, ഏത് ഘട്ടത്തിലാണ് നമ്മളൊരു ഡെന്റിസ്റ്റിനെ കാണേണ്ടത് എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ നമ്മളോടൊപ്പം ഡോക്ടർ റെന അഭിലാഷ്, ഡെന്റിസ്റ്റ്, ശക്തി ഹോസ്പിറ്റൽ, പ്രാവച്ചമ്പലം. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. ഡോക്ടർ, ഏത് ഘട്ടത്തിലാണ് നമ്മളൊരു ഡെന്റിസ്റ്റിനെ കാണേണ്ടത്? ഡെന്റിസ്റ്റിനെ പല്ലുവേദന വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ കണ്ടാൽ മതിയല്ലോ എന്ന് ചിന്തിക്കുന്നവരാണ് കൂടുതലും പേര്. അപ്പോൾ അങ്ങനെയാണോ? അതാണോ നല്ലത്? അല്ല, നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 6 months കൂടുമ്പോൾ കൃത്യമായിട്ട് ഒരു ഡെൻ്റൽ ചെക്കപ്പ് ചെയ്യുന്ന ശീലം നമ്മൾ കുട്ടികളിൽ തന്നെ ശീലിപ്പിച്ച് കൊടുക്കണം. 12 വയസ്സോട് ആവുന്നതോടുകൂടി എല്ലാ പല്ലുകളും പോയിട്ട് നമ്മൾ പെർമനൻറ്റ് ടൂത്ത് വരും. അപ്പോഴെങ്കിലും പിള്ളേരെ നമ്മൾ ഒരു ടൈം ടേബിൾ വെച്ചിട്ട് വർഷത്തിൽ 6 months കൂടുമ്പോൾ ഒരു ഡെൻ്റൽ വിസിറ്റ് അത് നിർബന്ധമായിട്ട് നടത്തിയിരിക്കണം. അന്ന് ആ സമയത്ത് തന്നെ ചെറിയ ചെറിയ കേടുകളുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. അതിന് മുന്നേ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. പക്ഷേ അറ്റ്ലീസ്റ്റ് 12 years എത്തുമ്പോൾ പിള്ളേരിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം, വർഷത്തിൽ 2 പ്രാവശ്യം ഡെൻറ്റിസ്റ്റിനെ പോയി കാണണം. അതൊരു വലിയ എമൗണ്ട് പോലും ആകത്തില്ല. നമ്മൾ എത്രയോ എമൗണ്ട് ഭക്ഷണമൊക്കെ വാങ്ങിച്ച് കഴിച്ച് കളയുന്നു. അതിൻ്റെ അത്ര എമൗണ്ട് പോലും ആവില്ല. ഒരു ക്ലീനിങ് ഒരു വർഷത്തിൽ നമുക്ക് ഒരു 2 പ്രാവശ്യം ഒരു ഡെൻ്റൽ വിസിറ്റ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എത്രയെങ്കിലും പൈസ ശരിക്കും പറഞ്ഞാൽ ലാഭിക്കുവാണ്. നമ്മൾ വലിയ വലിയ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യേണ്ട അവസ്ഥയിലോട്ട് പോകാതെ എത്ര പൈസ നമ്മൾ ലാഭിക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 6 months കൂടുമ്പോൾ ഒരു ഡെൻ്റൽ വിസിറ്റ് കമ്പൽസറി ആയിട്ട് പിള്ളേരിൽ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ വലുതാകുമ്പോഴത്തേക്കും അവർ അത് ഓട്ടോമാറ്റിക്കലി വരും. ഇപ്പോഴും പല പിള്ളേർക്കും ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നത് പേടിയാണ്. അവരുടെ ഒരു വിചാരം പല്ലിപ്പോൾ പറിക്കും അല്ലെങ്കിൽ വേദനിപ്പിക്കും. അങ്ങനത്തെ ആ ഒരു സോഷ്യൽ സ്റ്റിഗ്മയൊക്കെ ശരിക്കും പറഞ്ഞാൽ ആസ് പേരൻസ് നമ്മൾ അവരിൽ പറഞ്ഞ് മാറ്റണം. പല്ല് പറിക്കാൻ മാത്രമല്ല, ക്ലീൻ ചെയ്യാനും അങ്ങനെ എന്തെങ്കിലും കേടുണ്ടോ അത് നോക്കാനും കൂടിയാണ് നമ്മളൊരു ഡോക്ടറിനെ കാണാൻ പോകുന്നത്. ആൻഡ് പല്ല് എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഒട്ടും പെയിൻ ഇല്ലാതെ പല്ലെടുക്കാൻ പറ്റും. അപ്പം ആ ഒരു പേടി നമ്മൾ പിള്ളേരിൽ തന്നെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് വന്ന് സന്തോഷത്തോടെ ഇരുന്ന് നമുക്ക് സഹകരിച്ച് തരും. ഡോക്ടർ, ഈ പാൽപ്പല്ലുകളിൽ കേട് വന്നാൽ അതിങ്ങനെ അടച്ചു വിടേണ്ട കാര്യമുണ്ടോ? ഡെഫിനറ്റ്ലി പാൽപ്പല്ലിൽ കേട് വന്നാലും നമ്മൾ അത് അടച്ചു വിടേണ്ട കാര്യമുണ്ട്. ചെറിയ കേട് വന്നാൽ പോലും നമ്മൾ അത് വന്ന് അപ്പം തന്നെ ക്ലീൻ ചെയ്ത് അത് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലിയ കേടായി മാറത്തില്ല. അപ്പോൾ വലിയ കേട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പൾപ്പോട്ടമി, പൾപ്പെക്ടമി അങ്ങനത്തെ കുറേ ട്രീറ്റ്മെൻറ്റിൽ ആ പൾപ്പിനെ എടുത്ത് മാറ്റി ഒരു റൂട്ട് കനാൽ പോലത്തെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ചെറുതായിട്ടൊരു കേട് തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ അതങ്ങ് ഫില്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് നമ്മളത് എടുത്ത് കൊടുത്താൽ മതി. അതിൻ്റെ പെർമനൻറ്റ് ടൂത്ത് വരും. കാരണം ഈ കേട് വന്ന അത് എന്തായാലും ഇളകി പോകാനുള്ള ആ ഒരു ചിന്ത മാറണം. പിള്ളേരുടെ പല്ലല്ലേ, അതെന്തായാലും ഇളകി പോകും, കേടായാലും കുഴപ്പമില്ല. ഈ പിള്ളേർ തന്നെ ഈ പല്ല് വെച്ചിട്ട് എന്താ പറയുക, സ്കൂളിൽ പോകണം, വായുനാറ്റം വരും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ പല്ല് കേടായിട്ട് പല്ലുവേദന കാരണം പഠിക്കാൻ പറ്റത്തില്ല. അപ്പം ചെറുതായിട്ടത് കേടാകുമ്പോൾ തന്നെ വന്നൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ അതങ്ങ് ഫില്ല് ചെയ്ത് വിടുക. അപ്പോഴത്തേക്കും അതിൻ്റെ ഒരു പ്രായമാകുമ്പോഴത്തേക്കും ആടി തുടങ്ങും, അത് എടുത്തു കൊടുക്കുക. അത്രേ ഉള്ളൂ. ഡോക്ടർ, അതുപോലെ തന്നെ ഇപ്പോൾ 6 മാസത്തിൽ ഒരിക്കലാണ് ഡോക്ടറിനെ കാണണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 6 മാസത്തിൽ പല്ലുവേദന ഒന്നും വന്നില്ല, പല്ലിന് വേറെ ഒന്നും ഇല്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല, അപ്പോഴും ഈ ഡോക്ടറിനെ കാണണം എന്ന് തന്നെയാണ്? അതെ, 6 മാസം കൂടുമ്പോൾ കാണണമെന്ന് തന്നെയാണ്. കാരണം ഈ 6 മാസം കൂടുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ബ്രഷ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും പല്ലിൻ്റെ ഇടയ്ക്ക് ഫുഡ് അടിയും. അത് നമ്മൾ കറക്റ്റായിട്ട് ഫ്ലോസ് ചെയ്ത് കറക്റ്റ് രീതിയിൽ ബ്രഷ് ചെയ്താൽ അത് ഏറെക്കുറെ നമുക്ക് അടിയാതെ സൂക്ഷിക്കാൻ പറ്റും. സോ അറ്റ്ലീസ്റ്റ് വന്ന് കണ്ടു കഴിഞ്ഞാൽ പല്ലിൽ ഒരു കേടുമില്ല, നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നോ ഇല്ലേന്നെങ്കിൽ നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് 6 months കൂടുമ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നില്ലെങ്കിലും കുഴപ്പമില്ല. എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയാൽ മാത്രം മതി.
നമ്മളുടെ എല്ലാവരുടെയും ഒരു വിചാരമാണ് 32 പല്ലുണ്ട്, അതിനകത്ത് ഒരു പല്ല് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് എന്ന് പറയുന്ന ആ ഒരു ചിന്ത എന്ന് മാറ്റണം. നമുക്ക് 10 വിരലുണ്ട്, ഒരു വിരൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വിഷമം തോന്നുന്നില്ലേ? നമ്മളത് മുറിച്ച് കളയാനായിട്ട് ശ്രമിക്കുമോ? ഇല്ലല്ലോ. അതേപോലെ തന്നെയാണ് പല്ല് നമ്മൾ കൂടെ എന്തൊക്കെ സഹായം ഡെയിലി ചെയ്യുന്നൊരു കാര്യമാണ്. ഒരു ഫുഡ് കഴിക്കുമ്പോൾ അതിൻ്റെ സ്വാദ്, ഇതെല്ലാം ഡൈജഷൻ്റെ ഫസ്റ്റ് സ്റ്റേജ് തുടങ്ങുന്നത് നമ്മുടെ വായിലാണ്. അപ്പം ആ ഒരു പല്ല് കളയാമെന്ന് വിചാരിക്കുന്നതിൻ്റെ തെറ്റായൊരു ചിന്താഗതിയാണ്. കാരണം ഒരു പല്ല് പോകുമ്പോൾ അതിന് ബാധിക്കുന്നത് അപ്പുറത്തെയും ഇപ്പുറത്തെയും പല്ലിൽ എല്ലാം അത് ബാധിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കും ഒരു പല്ല് പോയെന്നേ ഉള്ളൂ, പക്ഷെ അപ്പുറത്തും ഇപ്പുറത്തെയും പല്ല് അതുമൂലം ഇളകിപ്പോകാനും ചരിയാനും എല്ലാം സാധ്യത കൂടുതലാണ്. അപ്പം മാക്സിമം പല്ല് സംരക്ഷിക്കുക. അപ്പോൾ ഡോക്ടറിനെ കാണേണ്ട ആവശ്യകത ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും. ഇനി മറ്റൊരു കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും എത്താം. താങ്ക് യു ഡോക്ടർ.